ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ്. ആദ്യം തന്നെ ഒരു കുക്കർ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് ഗീയും പിന്നെ ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ എല്ലാ സ്പൈസസും ഇട്ട് നന്നായി ഒന്ന് ഇളക്കാം. അതിനുശേഷം 3 ഉള്ളി ഞാൻ കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം 3 തക്കാളിയും ചേർത്ത് ഇതൊന്ന് നന്നായി വാടുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതും കൂടി ഇതിൻ്റെത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയിലും നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 2 സ്പൂൺ വരെ തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മസാല ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പൊടികളാണ്. ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 സ്പൂൺ വരെ ചിക്കൻ മസാല, 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് പെപ്പർ പൗഡർ, ഒരു 3/4 സ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കന് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുള്ള നമ്മുടെ ബിരിയാണി റൈസാണ്. 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ അരിയും ചിക്കനും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചൂടുവെള്ളമാണ്, നമ്മുടെ അരി വേവാനും ആവശ്യമായ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഉപ്പെല്ലാം കറക്റ്റാണോ നോക്കിയിട്ട് കുക്കർ അടച്ച് വെക്കുക. അങ്ങനെ നമ്മുടെ ബിരിയാണി 2 വിസിലുകൊണ്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.